പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. മഹാന്മാരെ ഓർക്കുക, സ്മരിക്കുക, അവദാനങ്ങൾ വാഴ്ത്തുക, ചരിത്രം പറയുക എന്നത് പുണ്യകരമാണ്, ഇബാദത്ത് കൂടിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിക്റുൽ അംബിയാ, അംബിയാക്കന്മാരെ സ്മരിക്കുക, പറയുക, അവരെ ഓർക്കുക എന്നത് ഇബാദ, അത് പുണ്യകർമ്മമാണ്, ഇബാദത്താണ്. വദിക്റുസ് സ്വാലിഹീൻ, അംബിയാക്കന്മാരെ മാത്രമല്ല മുഴുവൻ സച്ചരിതന്മാരായ മഹത്തുക്കളെയും ഓർക്കലും പറയലും സ്മരിക്കലും കഫാറ, അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടിയിക്കുന്ന ഒരു പ്രവർത്തനമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി കേവലം ഒരു നാടറിയിക്കാനുള്ള അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെടുന്നതല്ല മഹാന്മാരെ ആണ്ടുനേർച്ച സ്മരിക്കുക എന്നതൊക്കെ. അത് ഇബാദത്താണ്, പുണ്യകർമ്മമാണ്. നമ്മുടെ ദോഷങ്ങൾ അതുകൊണ്ട് പുറത്തു കിട്ടും. അതിനും വലുത് മനുഷ്യന് ലോകത്ത് നേടാൻ എന്താ ഉള്ളത്? മറ്റൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ തെറ്റുകൾ, കുറ്റങ്ങൾ പുറത്തു കിട്ടുക എന്നുള്ളത് തന്നെ. രാജാവായ അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുന്ന സമയം പാപരഹിതരായി മുക്തരായി കൊണ്ട് എത്തിപ്പെടുക എന്നതിലുപരി ദുനിയാവിൽ നമുക്കൊന്നും നേടാൻ മറ്റൊന്നുമില്ല. അതിനുള്ള മാർഗം നാം മഹത്തുക്കളല്ലെങ്കിലും അല്ലാഹുവിന്റെ മഹത്തുക്കളെ ബഹുമാനിച്ചാദരിച്ച് സ്മരിച്ച് അവരുടെ ചരിത്രം പറയുക എന്നത് പോലും നമ്മുടെ ദോഷം പൊറുക്കപ്പെടിയിപ്പിക്കുന്ന പ്രവർത്തനമാണ്. അതിന്റെ ഭാഗമായാണ് പുത്തമ്പള്ളിയിലും വെളിയങ്കോടും അമ്പുറത്തും രാജ്യത്തിന്റെ നാനാഭാഗത്തും ഇത്തരം പരിപാടികൾ അരങ്ങേറുന്നത്. മഹത്തുക്കളെ സ്മരിക്കുക എന്നത് മൻ അർറഹ അഹദൻ, ഏതെങ്കിലും ഒരുത്തന്റെ താരീഖ് ആരെങ്കിലും പറഞ്ഞാൽ കഅന്നമാ അഹ്യാഹ്, അവനെ പുനരുദ്ധരിപ്പിച്ചവനെ പോലെയാണ്, പുനർജീവനം നൽകിയവനെ പോലെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പോ പതിറ്റാണ്ടുകൾക്ക് മുമ്പോ നമ്മിൽ നിന്ന് വിസ്മൃതിയിലാണ്ട മഹത്തുക്കളെ കുറിച്ച് നാം പറയുമ്പോൾ അയാളെ ജീവിപ്പിക്കലാണ്. ഇതാ വരുന്നു ലോകത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ നന്മയുടെ വക്താവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന, എന്നും വാഴ്ത്തുന്നുണ്ട്. എന്നാൽ പ്രത്യേകമായി അതിനുള്ള ഒരു മാസം, അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ ഇതാ കടന്നു വരുന്നു. സലാത്ത് വാർഷികവും ദിക്ർ ഹൽഖയുമാണ് ഇന്ന് മഹാനവറുകളുടെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി കൊല്ലവും നടത്തി വരാറുള്ളത് പോലെ ഇന്നേ ദിവസവും നാം നടത്തുന്നത്. സലാത്ത് വാർഷികമുണ്ട്, അതുപോലെ തന്നെ ദിക്ർ ഹൽഖയുണ്ട്. അല്ലാഹു തആല അത്തരം കാര്യങ്ങളിലേക്ക് വേഗം കടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തുക്കൾ സ്മരിക്കുക എന്നത് നമ്മുടെ ദോഷം പൊറുപ്പിക്കുന്നു, ഇബാദത്താണ്. ഇതിനൊക്കെ പുറമെ മറ്റൊരു അടിസ്ഥാനപരമായ തത്വം കൂടി അതിലുണ്ട്. എന്തിനാ ഈ മഹാന്മാരെങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണം? നമ്മളാണ് മഹാന്മാരായ പോലെ നമുക്കൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ഒരു